പത്തനംതിട്ടയിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിനെത്തിയ ഓഫ് റോഡ് ജീപ്പിന് പിഴ ഈടാക്കിയതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ സംസ്ഥാന വ്യാപകമായി ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് MVD ഉദ്യോഗസ്ഥരുടെ സംഘടനകൾ. ഇന്നു മുതൽ ഉദ്യോഗസ്ഥർ പെറ്റി ഈടാക്കുന്നതിൽ നിന്നും എൻഫോഴ്സ്മെന്റ് പരിശോധനകളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കും. ഇതോടെ സംസ്ഥാനത്ത് സീറോ ചെല്ലാൻ സാഹചര്യം നിലവിൽ വരും. പ്രതിഷേധത്തിന്റെ ഭാഗമായി എല്ലാ ഉദ്യോഗസ്ഥരും ഇന്ന് കറുത്ത ബാഡ്ജ് ധരിച്ചാണ് ഓഫീസുകളിൽ ജോലിയിൽ പ്രവേശിക്കുക. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വകുപ്പിന്റെ വാഹനങ്ങൾ ഓടിക്കില്ലെന്നും സംഘടനകൾ അറിയിച്ചു. കൂടാതെ AI ക്യാമറകൾ വഴി കണ്ടെത്തുന്ന ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള ചെല്ലാനുകൾ അംഗീകരിച്ചു നൽകുന്ന പ്രക്രിയയിൽ നിന്നും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ വിട്ടുനിൽക്കും. ഫേസ് ആപ്പ് വഴി ഹാജർ രേഖപ്പെടുത്തുന്നില്ലെന്നും ഓഗസ്റ്റ് 22-ന് തിരുവനന്തപുരത്ത് ഗതാഗത കമ്മീഷണറേറ്റിന് മുൻപിൽ ശക്തമായ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ആറന്മുള മണ്ഡലത്തിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി എത്തിയ ഓഫ് റോഡ് ജീപ്പിന് മുൻപിലെ ആഡംബര ലൈറ്റുകൾ ക്രമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി അടൂർ MVD സ്ക്വാഡ് ഉദ്യോഗസ്ഥൻ 5200 രൂപ പിഴ ചുമത്തിയതാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. ദുരന്ത നിവാരണ പ്രവർത്തനത്തിനിടെ നിയമാനുസൃതമല്ലാതെ ഉദ്യോഗസ്ഥർ പിഴ ചുമത്തിയതിനെതിരെ ആറന്മുള MLA അബിൻ വർക്കി ഗതാഗത വകുപ്പിന് പരാതി നൽകിയിരുന്നു. MLAയുടെ നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തുക അടച്ചു തീർത്തെങ്കിലും പരാതി പരിശോധിച്ച ഗതാഗത വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. നിയമം ലംഘിച്ച വാഹനത്തിനെതിരെ മോട്ടോർ വാഹന നിയമപ്രകാരം കടമ നിർവഹിച്ച ഉദ്യോഗസ്ഥനെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി സസ്പെൻഡ് ചെയ്തത് അംഗീകരിക്കാനാവില്ലെന്നാണ് ജീവനക്കാരുടെ നിലപാട്. ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ ആത്മവീര്യം തകർക്കുന്ന നയമാണ് ഭരണകൂടത്തിന്റേതെന്നും സസ്പെൻഷൻ പിൻവലിച്ച് ഉദ്യോഗസ്ഥനെ തിരികെ പ്രവേശിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും സംഘടനകൾ അറിയിച്ചു. വാഹന പരിശോധനയും ചലാൻ നൽകലും AI ക്യാമറ പരിശോധനകളും സ്തംഭിക്കുന്നതോടെ സംസ്ഥാനത്തെ പ്രതിദിന റവന്യൂ വരുമാനത്തെയും ഗതാഗത നിയന്ത്രണങ്ങളെയും ഇത് സാരമായി ബാധിക്കും.